ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞായറാഴ്ച എൻ്റെ ചെറിയ പരിപാടികളാണ്. രാവിലെ എണീറ്റ് ഉറട്ടിയും നല്ല കരളറിയും ഉണ്ടായിരുന്നു, പിന്നെ ചായയും കുടിച്ചു. അതിനുശേഷം ഉച്ചക്കത്തേക്ക് പരിപാടിയാണ്. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരുടെയും വീട്ടിൽ ബീഫ് സ്റ്റോക്കായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കുക്കറിൽ ആവശ്യത്തിന് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് കൈകൊണ്ട് തന്നെ ഞെരടി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 ഫിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പൊരിച്ച് കോരി അങ്ങ് മാറ്റാമെന്ന്. ആദ്യം തന്നെ ഞാൻ സവാള പൊരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേറൊന്നുമല്ല, അണ്ടിപ്പരിപ്പാണ്. അതും ആവശ്യത്തിന് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്തിരി, അങ്ങനെ ഇത്രയും കൂടെ പൊരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനുള്ള മസാല തയ്യാറാക്കണം. അങ്ങനെ മസാല തയ്യാറാക്കുന്ന നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുത്തു, പെട്ടെന്ന് വാടാൻ വേണ്ടി തന്നെ ഉപ്പും ചേർത്ത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു 3 തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ താരം. എന്നിട്ട് അതെല്ലാം കൂടെ വരട്ടിയതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരുംജീരകപ്പൊടി. എന്നിട്ട് നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ബിരിയാണിയിൽ ഇപ്പോൾ തൈര്. അങ്ങനെ തൈരും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാല നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തതാണ്. അണ്ടിപ്പരിപ്പും പച്ചമുളകും കൂടെ അരച്ച് ചേർത്ത് ഒഴിച്ചു. എന്നിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള കുറച്ച് പോർഷനും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ ഫിസിലൊക്കെ വന്ന് എല്ലാം സെറ്റായി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വേവിച്ച് വെച്ചിരുന്ന ബീഫും കൂടെ കോരി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഒത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും സിമ്പിളാണ് മസാല റെഡിയാക്കി എടുക്കുന്ന. എന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടി ചോറ് വെച്ചെടുക്കണമല്ലോ. എന്നിട്ട് നേരത്തെ പൊരിച്ച് കോരി വെച്ചിരുന്ന അതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്പൈസസ് നിങ്ങളായി എന്തൊക്കെ ഉണ്ട് അതെല്ലാം ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഒരു 3-4 ഏലയ്ക്ക, അങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം അങ്ങോട്ട് റെഡിയായി വരുമ്പോൾ ഒരു സവാളയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അരിയുടെ അളവ് നിങ്ങൾക്കറിയാമല്ലോ, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഇതാണ് നമ്മുടെ ബിരിയാണിയിലെ കറക്റ്റ് അളവ്. ഞാൻ ഒരു തൂക്കാത്രത്തിലായിരുന്നു അളന്നത്. അപ്പം 2 കപ്പ് അരിയോളം ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത് കുറച്ച് ഫുഡും കൂടെ കൊണ്ടുവരണം, പാപ്പാടെ ഒരു ഫ്രണ്ടിനും കൂടെ കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് 1.5 കിലോ അരിയിലാണ് ബിരിയാണി വെച്ചത്. ആദ്യം 1 കിലോയിലാണ് പ്രിപ്പറേഷൻ ഞാൻ പ്ലാൻ ഇട്ടത്. എന്നിട്ട് ഉപ്പ് നോക്കുക, ആവശ്യത്തിന് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചോറ് വേവിച്ചെടുത്തപ്പോൾ ഞാൻ ഇക്കായെ വിളിച്ചു. ഇക്ക ഓടിവാ നമുക്ക് ദമ്മിടാന്ന്. അപ്പോൾ ഇക്ക അവിടെ നിന്ന് പറഞ്ഞെത്തി. ആവശ്യത്തിന് ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെയ്യും അടിയിൽ ചേർത്തു. എന്നിട്ട് ചോറ് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് മസാല അങ്ങോട്ട് നിരത്തി അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച് വെച്ചിരുന്ന സവാളയും എല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ദമ്മിടാൻ വേണ്ടി പിന്നെ ഇക്ക സൂപ്പറാണ്, ഇക്ക സെറ്റാക്കി തരും. എന്നിട്ട് അടുത്ത ലെയർ അങ്ങോട്ട് ഇട്ടു. എന്തായാലും എനിക്ക് ഈ ചോറെല്ലാം കൂടെ കൊണ്ട് ഇനി എൻ്റെ വീട്ടിൽ പോകണം. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. എന്നിട്ട് ആവശ്യത്തിന് പെരുംജീരകപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും കൂടെ പുഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് മസാല ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് പൊരിച്ച് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുത്തു. എന്നിട്ട് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ദം ചെയ്തെടുക്കണം. ഇക്ക തന്നെ അത് ചെയ്തു. എന്നിട്ട് ഇക്ക തന്നെ ഇപ്പം ഫുള്ള് ക്രെഡിറ്റ് പറ്റെടുക്കുന്നുണ്ടില്ലേ. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഫൈനൽ വീഡിയോ ഇക്കാലത്തെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തു. ഇത്രയും സിമ്പിളാണ്. ബായ്.